അപ്പോൾ തമ്മിൽ കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി പറയട്ടെ. എൻ്റെ അനിയത്തിൻ്റെ മൈലാഞ്ചി കല്യാണം കേട്ടോ ഒന്ന്. അപ്പോൾ അതുമായിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസുകളായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. കാരണം ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് വോയിസ് ഓവറും അതുപോലെ തന്നെ പകുതി മ്യൂസിക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പക്ഷേ എനിക്കത് എന്താണ് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ 4 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടും അങ്ങനെ എല്ലാത്തിനും അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യും, നമ്മൾ ആ കറക്റ്റ് ടൈം വരുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും കോപ്പിറൈറ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ സോങ്ങിനാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ചടങ്ങൊക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് മക്കൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ വൈബ്. ആ മക്കൾ അങ്ങനെ ഓരോ അവരുടെ ആയിട്ടുള്ള വൈബിൽ അങ്ങനെ ഓരോ സൈഡിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിൽ അത് മൈലാഞ്ചി ഇടലും അതുപോലെ തന്നെ അതൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ മൈലാഞ്ചി കല്യാണം ആകുമ്പോൾ നമുക്ക് ഡാൻസും പാട്ടും ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ അതിനായിട്ട് മക്കളിതാ അവിടെ നല്ല അടിച്ച് പൊളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് മക്കളെല്ലാം. ആദ്യം ഒന്നും ഇവർ മടിച്ചെങ്കിലും പിന്നെ അവരായിട്ട് ഇറങ്ങി പിന്നെ അവർ നിർത്തുന്നില്ല. കാരണം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം തന്നെ നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്ര നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവളും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിൻ്റെ പാർട്ട് 3 നൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് നിക്കാഹിടെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്നും മറക്കാതെ കാണണം. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം, എന്നാലുള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുന്ന കുറേ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയും കൂടി ഉണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ അതും കൂടി പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ കൂടെ വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നിക്കാതെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.